ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമായിട്ടും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ ബൈയിങ് സൈഡിലാണ്. വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിലും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 2769 കോടിയുടെ ബൈയിങ് നടത്തി. 2025 വർഷത്തെ ആദ്യ 3 മാസങ്ങളിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ സെല്ലിംഗ് സൈഡിലായിരുന്നു. 1.29 ലക്ഷം കോടിയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. അതിനുശേഷം FISന്റെ ട്രെൻഡ് മാറുകയും FIS ബൈയിങ് സൈഡിലേക്ക് എത്തുകയും ചെയ്തു. ഏപ്രിൽ മാസത്തിൽ 3243 കോടി രൂപയുടെ ബൈയിങ് നടത്തിയിരുന്നു. മെയ് മാസത്തിലെ കഴിഞ്ഞ 12 ട്രേഡിംഗ് സെഷനിലും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ ബൈയിങ് സൈഡിലാണ്. കൂടാതെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ബൈയിങ് സൈഡിലേക്ക് മാറിയിട്ടുണ്ട്. മെയ് 2 തീയതി 3290 കോടി രൂപയുടെ ബൈയിങ് ആണ് DIS ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയിരിക്കുന്നത്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് മാർക്കറ്റിൻ്റെ ഔട്ട്ലുക്ക് പോസിറ്റീവായി തുടരാനുള്ള സാധ്യത തന്നെയാണ്. ആദ്യം തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ ബൈയിങ് സൈഡിലേക്ക് മാറിയതിന് പിന്നിലെ കാരണം മനസ്സിലാക്കാം. ഒന്നാമത്തേതായി 90 ദിവസത്തേക്ക് റെസിപ്രോക്കൽ താരിഫുകൾ താൽക്കാലികമായി നിർത്തലാക്കിയത് ഗ്ലോബൽ മാർക്കറ്റിൻ്റെ തന്നെ ഒരു റിക്കവറിക്ക് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിച്ചു. ഈ സമയത്ത് മറ്റുള്ള മാർക്കറ്റുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത് FISനെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ആകർഷിച്ചു. രണ്ടാമത്തേത് US ഡോളറിൻ്റെ മൂല്യത്തിലുണ്ടായ ഇടിവാണ്. റെസിപ്രോക്കൽ താരിഫ് പ്രഖ്യാപിച്ച ആ സമയത്ത് US ഡോളർ ഇൻഡെക്സിൽ വളരെ വലിയ ഇടിവ് വന്നു. ഇത് FISനെ മറ്റുള്ള മാർക്കറ്റുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും ഇന്ത്യ പോലെ ഉയർന്ന വളർച്ചയുള്ള മാർക്കറ്റിലേക്ക് FIS ആകർഷിക്കപ്പെടുന്നതിനുമുള്ള ഒരു പ്രധാന ഘടകമായി പ്രവർത്തിച്ചു. മൂന്നാമത്തേത് ക്വാർട്ടർലി റിസൾട്ടിലെ പെർഫോമൻസ് തന്നെയാണ്. ഇന്ത്യയിൽ പ്രത്യേകിച്ചും ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ഉൾപ്പെടെയുള്ള സെക്ടറുകൾ ഇപ്രാവശ്യത്തെ ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ഇത് ഇന്ത്യൻ മാർക്കറ്റിലുള്ള ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസിനെ വർദ്ധിപ്പിക്കുകയും FIS ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നതിന് പിന്നിലെ ഒരു പ്രധാന ട്രിഗറായി പ്രവർത്തിക്കുകയും ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിലും മാർക്കറ്റിൻ്റെ ട്രെൻഡ് പോസിറ്റീവായി തുടരാൻ സാധ്യതയുണ്ടെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. ക്വാർട്ടർലി റിസൾട്ട്, കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് എന്നിവയുടെ പശ്ചാത്തലത്തിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കായി മാറിയിരിക്കുകയാണ് കോഫോർജ്. മിഡ് ടയർ IT സെക്ടറിലെ കോഫോർജ് ഇന്ന് 1.61% ഉയർന്ന് 7501 ക്ലോസിംഗ് നൽകി. 46,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 63ഉം ഡിവിഡൻഡ് യീൽഡ് 1%-മാണ്. 52 വീക്കിലോ 4287, 52 വീക്ക് ഹൈ 10,026. കോഫോർജിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 17% വർദ്ധിച്ച് 223 കോടിയിൽ നിന്നും 261 കോടിയിലേക്ക് ഉയർന്നു. കമ്പനിയുടെ റവന്യൂ 47% വർദ്ധിച്ച് 2318 കോടിയിൽ നിന്നും 3409 കോടിയിലേക്കാണ് ഉയർന്നിരിക്കുന്നത്. കോൺസ്റ്റന്റ് കറൻസി ടേംസിൽ കമ്പനിയുടെ റവന്യൂ 43.8%-വും ഇൻ ടേംസ് ഓഫ് US ഡോളർ 43.6%-വും വളർച്ച കൈവരിച്ചു. കൂടാതെ ഈ ക്വാർട്ടറിൽ $1.56 ബില്യൺ ടോട്ടൽ ഡീലുകളാണ് കോഫോർജ് എന്ന കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. കോൺട്രാക്റ്റ് ബുക്ക് നമ്മൾ പരിശോധിച്ചാൽ, അല്ലെങ്കിൽ ഓർഡർ ബുക്ക് നമ്മൾ പരിശോധിച്ചാൽ 47.7% വളർച്ച ഇയർ ഓൺ ഇയറിൽ കമ്പനി കൈവരിക്കുകയും ചെയ്തു. 10.9%-അടുത്ത് അട്രിഷൻ റേറ്റ് കമ്പനി നിലനിർത്തുന്നുണ്ട്. 35.5%-അടുത്തായി കമ്പനി അതിൻ്റെ ഹെഡ് കൗണ്ട് മെച്ചപ്പെടുത്തിയിട്ടുമുണ്ട്. അൺസർട്ടൻ ആയിട്ടുള്ള മാക്രോ എക്കോണമിക് കണ്ടീഷനിൽ പോലും മികച്ച പെർഫോമൻസ് കമ്പനിക്ക് കാഴ്ചവെക്കാൻ സാധിച്ചതിനോടൊപ്പം തന്നെ ക്ലയൻറ്റുമായിട്ടുള്ള സ്ട്രോങ് റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. ക്വാർട്ടർലി റിസൾട്ടിനോടൊപ്പം തന്നെ കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂവും കോഫോർജ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. കമ്പനി 19 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഇൻട്രിം ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ഇൻട്രിം ഡിവിഡൻഡിൻ്റെ റെക്കോർഡ് ഡേറ്റ് മെയ് 12 തീയതിയാണ്. ഡിവിഡൻഡിനോടൊപ്പം കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1:2 എന്ന റേഷ്യോയിലുള്ള സ്റ്റോക്ക് സ്പ്ലിറ്റ് ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഈ കമ്പനിയുടെ ഓരോ ഷെയറുകളും 5 രൂപ ഫേസ് വാല്യൂ ഉള്ള 2 ഷെയറുകളായി സ്പ്ലിറ്റ് ആകുന്നു. സ്റ്റോക്ക് സ്പ്ലിറ്റിൻ്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് ജൂൺ 4 തീയതിയാണ്. കോഫോർജ് എന്ന സ്റ്റോക്ക് അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്നുണ്ട്. 8250 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന റെസിസ്റ്റൻസ് ആണ്. 7500-അടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നുണ്ട്. 7000 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന സപ്പോർട്ടായും പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ 4 മാസമായി സ്റ്റോക്കിന് 7000-അടുത്ത് സ്ട്രോങ് സപ്പോർട്ട് ലഭിക്കുന്നുമുണ്ട്. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിൽ കോഫോർജ് എന്ന സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതാണ്.